നമസ്കാരം. തമിഴ്നാട്ടിൽ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നത് തടയാൻ നിയമനിർമ്മാണത്തിന് കെ സ്റ്റാലിൻ സർക്കാർ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ഹിന്ദി ഹോർഡിംഗുകൾ, ഹിന്ദി സിനിമകൾ, പാട്ടുകൾ എന്നിവ ഉൾപ്പെടെ നിരോധിക്കുന്ന വിധത്തിലാണ് നീക്കം. ഇത് സംബന്ധിച്ച ബില്ല് മുഖ്യമന്ത്രി കെ സ്റ്റാലിൻ നിയമസഭയിൽ അവതരിപ്പിക്കും. നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസം മുഖ്യമന്ത്രി കെ സ്റ്റാലിൻ ബില്ല് അവതരിപ്പിക്കും. നിയമനിർമ്മാണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വിദഗ്ധരുമായി ചൊവ്വാഴ്ച രാത്രി അടിയന്തര യോഗം ചേർന്നതായും ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സർക്കാർ നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്ന വാദവും ഉദ്യോഗസ്ഥർക്കുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ പുതിയ നിയമം ഭരണഘടനയ്ക്ക് അനുസൃതമായിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ഇത്തരം ഒരു നിയമനിർമ്മാണം പരിഗണനയിൽ ഉണ്ടെന്ന സൂചനയാണ് മുതിർന്ന DMK നേതാവ് TKS ഇളങ്കോവൻ നൽകുന്നത്. ഞങ്ങൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യില്ലെന്നും എന്നാൽ ഹിന്ദി അടിച്ചേൽപ്പിക്കലിന് എതിരാണെന്നും TKS ഇളങ്കോവൻ പ്രതികരിക്കുകയും ചെയ്തു. ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഞങ്ങൾ ഒന്നും ചെയ്യില്ല, അതിനെ അനുസരിക്കും, എന്നാൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെ ചെറുക്കും, ഇളങ്കോവൻ പ്രതികരിച്ചു. അടുത്തിടെ തമിഴരുടെ മേൽ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കരുതെന്നും തങ്ങളുടെ ആത്മാഭിമാനത്തെ തൊട്ടുകളിക്കരുതെന്നും സ്റ്റാലിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ബില്ല് സംബന്ധിച്ച ചർച്ചകൾ സജീവമാകുന്നത് എന്നാണ് സൂചന. അതേസമയം വിഡ്ഢിത്തവും അസംബന്ധവുമായ നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്നും ഭാഷയെ ഒരു രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കരുതെന്നും BJP നേതാവ് വിനോദ് സെൽവം പ്രതികരിച്ചു. DMK വിവാദമായ ഫോക്സ്കോൺ നിക്ഷേപ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഭാഷാ തർക്കം ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. സർക്കാർ നീക്കം സംബന്ധിച്ച വാർത്തകൾക്ക് പിന്നാലെ വിമർശനങ്ങളും ഉയർന്നു കഴിഞ്ഞു. നീക്കത്തെ മണ്ടത്തരം എന്നാണ് തമിഴ്നാട് BJP വിശേഷിപ്പിച്ചത്. കരൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ നേരിട്ട തിരിച്ചടികളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണ് DMKയുടെ ശ്രമം എന്നും BJP ആരോപിച്ചു. ത്രിഭാഷാ ഫോർമുലയിലൂടെ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ BJP നേതൃത്വത്തിലുള്ള NDA സർക്കാർ ശ്രമിക്കുകയാണെന്നാണ് DMKയുടെ പ്രധാന വാദം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും DMK വിഷയം പ്രചരണായുധമാക്കിയിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ നിന്നും രൂപയുടെ ലോഗോ മാറ്റി തമിഴ് അക്ഷരം ഉപയോഗിച്ചതും വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. തമിഴരുടെ മേൽ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കരുതെന്നും അവരുടെ ആത്മാഭിമാനത്തെ തൊട്ടുകളിക്കരുതെന്നും സ്റ്റാലിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ബില്ലുമായി സർക്കാർ രംഗത്ത് വരുന്നത്. ഹിന്ദിയും സംസ്കൃതവും അടിച്ചേൽപ്പിക്കാനുള്ള BJPയുടെ ശ്രമങ്ങളെ സംസ്ഥാനം എതിർക്കുന്നുവെന്ന് സ്റ്റാലിൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഹിന്ദി ഭാഷ നിരോധന ബില്ലുമായി DMK സർക്കാർ രംഗത്ത് വരുന്നത്. സംസ്ഥാനത്തിന്റെ ദ്വിഭാഷാ നയം സ്കൂൾ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നീ മേഖലയിൽ സഹായകരമായെന്നാണ് DMKയുടെ വാദം. BJP ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ വഞ്ചിക്കുകയാണെന്നും അദ്ദേഹം നേരത്തെ ആരോപിച്ചിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും വിഷയം പ്രചരണത്തിനായി DMK ആയുധമാക്കിയിരുന്നു. ത്രിഭാഷാ നയമല്ല, മറിച്ച് തമിഴ്നാട് കാലങ്ങളായി പിന്തുടരുന്ന ദ്വിഭാഷാ നയം സ്കൂളുകളിൽ മതിയെന്നായിരുന്നു DMK ആവശ്യപ്പെടുന്നത്. ത്രിഭാഷാ നയത്തിനെതിരെ തമിഴ്നാട് BJPയിലും വ്യത്യസ്ത അഭിപ്രായം ഉയർന്നതിനു പിന്നാലെയാണ് ഹിന്ദി വിരുദ്ധ ബില്ലുമായി സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി രംഗത്തെത്തിയത്. ഒരു വെടിക്ക് രണ്ട് പക്ഷിയെയാണ് ബില്ലിലൂടെ DMK ലക്ഷ്യമിടുന്നത്. ഒന്ന്, തമിഴ്നാട്ടിൽ വീണ്ടും ശക്തി പ്രാപിക്കുന്ന NDA മുന്നണിയെ പൊളിക്കുക. മറ്റൊന്ന്, വിജയുടെ DMK പ്രചരണത്തിന് ബദലായി മറ്റൊരു പ്രചരണായുധം ഉപയോഗിക്കുക. DMK മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദി വിരുദ്ധത പെരിയാറിന്റെയും അണ്ണാദുരൈയുടെയും കാലത്തു തന്നെ പയറ്റി തെളിഞ്ഞ ആയുധമാണ്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയാണ് ഹിന്ദി വിരുദ്ധ ബില്ല് എന്ന ആശയം ഇപ്പോൾ DMK മുന്നോട്ട് വയ്ക്കുന്നത്. ഇതോടെ BJPയുടെ നയത്തെ കൃത്യമായി നേരിടാൻ DMK തയ്യാറെടുക്കുന്നു എന്ന കാര്യവും ഇതിലൂടെ വ്യക്തമാവുകയാണ്.